അല്ല മാധു, എനിക്ക് കുറച്ച് സമയം കിട്ടിയുള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ അരുൺകുമാർ ചോദിച്ചു 40 വർഷം കോൺഗ്രസ്സുകാർ ഭരിച്ചിട്ട് നിങ്ങൾ ഇവിടെ ഇതുപോലെ ഒരു കമ്മിറ്റിയെ വെച്ചോ എന്ന് ചോദിച്ചു. ഇല്ല അരുൺകുമാറെ, വെക്കാൻ നമുക്ക് സാധിച്ചില്ല. കാരണം 40 വർഷമോ 50 വർഷമോ ഈ കേരളം ഭരിച്ചതല്ല പ്രശ്നം. 2017 ഒരു യുവനടി ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ അതിക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയം പൊതുസമൂഹത്തിൽ ചർച്ചയാവുകയും സിനിമാ മേഖലയിലെ സ്ത്രീ പ്രവർത്തകർ, വനിത നടിമാർ അതിരൂക്ഷമായിട്ട് അതിനെതിരെ രംഗത്ത് വരികയും അതിൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് WCC പോലെ ഒരു സംഘടന രൂപീകരിക്കുകയും ചെയ്തു. അന്ന് അതിൽ ഗൂഢാലോചന ഇല്ല എന്ന് പറഞ്ഞത് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്, ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയനാണ്. നമ്മളാരും മറക്കാൻ പാടില്ല. ഈ WCCയുടെ രൂപീകരണ സമയത്ത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഒരു പത്രക്കുറിപ്പുണ്ട്. അതിലെന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയോ? നിങ്ങൾ മറക്കാൻ പാടില്ല. WCC പോലുള്ള സംഘടന കേരളത്തിലെ സിനിമാ വ്യവസായത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കുൽസിത പ്രവർത്തനത്തിന്റെ ഭാഗമാണോ എന്ന് സംശയിക്കണം. ഇടതുപക്ഷമായിട്ട് ചേർന്ന് നിൽക്കുന്ന സിനിമാ നടന്മാരെ അധിക്ഷേപിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ല, നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിയുടെ അല്ല അരുൺകുമാരൻ, ഞാൻ പൂർത്തിയാക്കട്ടെ. താങ്കൾ അങ്ങനെ തോന്നിവാസം പറയില്ലേ? താങ്കളുടെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയിരിക്കുന്ന പ്രസ് റിലീസ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. 2017 എന്നെ ഇപ്പൊ പഠിപ്പിക്കേണ്ട. ഞാൻ പൂർത്തിയാക്കട്ടെ. ഇനി രണ്ടാമത്തത് നിങ്ങൾ ഭരിച്ചപ്പോൾ ഒരു നടി ആക്രമിക്കപ്പെട്ടു. നിങ്ങൾ ഭരിച്ചത് കൊണ്ടോ മറ്റാരെങ്കിലും ഭരിച്ചത് കൊണ്ടോ എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം സംജാതമായപ്പോൾ പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്ന ആവശ്യത്തിന്റെ ഭാഗമായിട്ട് ഒരു കമ്മിറ്റിയെ വയ്ക്കുന്നു. കമ്മിറ്റിക്ക് പണം കൊടുത്തത് CPMന്റെ AKG സെന്ററിൽ നിന്നല്ല, കേരളത്തിന്റെ പൊതുഖജനാവിൽ നിന്നാണ്. അങ്ങനെ പണം കൊടുത്ത് അതിനെ കുറിച്ചിട്ട് റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ആ റിപ്പോർട്ടിൽ നിങ്ങൾ എന്ത് ചെയ്തു മറുപടി വേണ്ടേ? നിങ്ങൾ ഒന്നും ചെയ്തില്ല. ഹൈക്കോടതി പോയി. അതുപോലെ തന്നെ താങ്കളുടെ സ്ഥിരം നിലവാരം കാണിക്കല്ലേ, ഈ ചർച്ചയിൽ കാണിക്കല്ലേ, കേരളത്തിലെ പൊതുസമൂഹം കാണുന്നത്. ഞാൻ പറയട്ടെ, താങ്കൾ നിർത്തൂ. ഞാൻ പറയട്ടെ അരുൺകുമാറെ, എത്ര പറഞ്ഞാലും ഞാൻ നിർത്തില്ല. ഞാൻ പറയട്ടെ, അരുൺ നിർത്തൂ. ഞാൻ പറയട്ടെ, എന്നെ പറയാൻ അനുവദിക്കാൻ അരുൺകുമാറെ. എന്താ ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ഭയപ്പാട്? ഞാൻ പറയുന്നത് അവാസ്തവമായിട്ടുള്ള കാര്യമാണെങ്കിൽ താങ്കളുടെ അവസരത്തിൽ കണ്ടിക്കുന്നേ. അങ്ങനെ പറയല്ലേ അരുൺകുമാറെ, തനി നിലവാരം കാണിക്കില്ലേ? പറയല്ലേ അരുൺകുമാറെ, ഞാൻ പൂർത്തിയാക്കട്ടെ. താങ്കൾ എന്താ ഈ നിലവാരം കാണിക്കുന്നത്? ഞാൻ പറയട്ടെ. സംസ്ഥാന സെക്രട്ടറി അങ്ങനെ ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് പരിശോധിക്കാം.